അത്ഭുതങ്ങൾ തീർന്നിട്ടില്ല, അടയാളങ്ങൾ തീർന്നിട്ടില്ല കാലത്തിൽ ഈ ലോകത്തിൽ. എൻ്റെ പേര് ബീന, ഞാൻ മൈലമ്പുള്ളിയിൽ നിന്ന് വരുന്നു. എൻ്റെ മോൾക്ക് വയറിലൊരു ഇൻഫെക്ഷൻ ഉണ്ടായിരുന്നു. അപ്പോൾ ഡോക്ടറെ കൊണ്ട് കാണിച്ച് മരുന്ന് കഴിച്ചിട്ട് അവൾക്ക് ആ വേദന മാറിയിട്ടുണ്ടായിരുന്നില്ല. അപ്പം വേദന മാറിയിട്ടില്ലെങ്കിൽ സർജറി വേണ്ടി വരുമെന്ന് പറഞ്ഞു. അപ്പം ഞാൻ സാക്ഷ്യപ്പെടുത്തിക്കോളാം ഈശോയെ, സർജറി ഇല്ലാണ്ട് സൗഖ്യം കൊടുക്കണേ പറഞ്ഞ് പ്രാർത്ഥിച്ചു. സൗഖ്യപ്പെട്ടു. പിന്നെ കുറച്ച് ദിവസം കഴിഞ്ഞിട്ട് മോന് വീണ് കാലിലെ എല്ല് പൊട്ടി. സർജറിയൊക്കെ കഴിഞ്ഞു. നല്ല വേദനകൾ, ബുദ്ധിമുട്ടുകൾ, അസ്വസ്ഥതകളൊക്കെ ഉണ്ടായിരുന്നു. സൗഖ്യപ്പെട്ട സാക്ഷ്യപ്പെടുത്താമെന്ന് പറഞ്ഞു. സൗഖ്യപ്പെട്ടു. അത് അവൻ 10ാം ക്ലാസ്സിലാണ് പഠിക്കുന്നത്. അവൻ എക്സാം ടൈം ആയിക്കഴിഞ്ഞാൽ ഓരോരോ അസുഖങ്ങൾ ആയിട്ട് അവന് പഠിച്ചിട്ട് എക്സാമിന് പോകാൻ പറ്റാത്തൊരവസ്ഥയായിരുന്നു. അപ്പം ഞാനിങ്ങനെ സാക്ഷ്യപ്പെടുത്തിക്കോളാം എന്ന് പറഞ്ഞ് പ്രാർത്ഥിച്ചതിൻ്റെ ഫലമായിട്ട് എക്സാം ടൈം ആകുന്ന സമയത്ത് അവൻ പഠിച്ചിട്ട് എക്സാമിന് പോകാനുള്ള കൃപ കിട്ടി. പഠിക്കാൻ കുറച്ചിത്തിരി മോശമാണ്, എന്നാണെങ്കിലും അവൻ എക്സാം ടൈമിൽ പഠിച്ചിട്ട് എക്സാമിന് പോകുന്നുണ്ട്. പിന്നെ മാർക്കും കുഴപ്പമില്ലാതെ കിട്ടുന്നുണ്ട്. യേശുവേ നന്ദി, യേശുവേ സ്തുതി. മകളെയും മകനെയും കർത്താവ് സുഖപ്പെടുത്തി.